ഗായ്സ്, നമ്മൾ ഇന്ന് നമ്മളെ ആത്മജാൻ അർണവ് സ്റ്റോറീസ് എന്ന് പറയുന്ന നമ്മളെ വീഡിയോയിൽ നമ്മളെ വീഡിയോ കാണിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു ടിസ്റ്റ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഞങ്ങൾ പഴയ വീടിനെ റിനോവേറ്റ് ചെയ്തതാണ്. എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞങ്ങളെ ഹോം ടൂർ കാണണ്ടേ? ഇന്നവാ നമുക്കിന്ന് കാണാം. ഇതാണ് എൻ്റെ വീട്. ഇനിയും കുറേ വർക്കുണ്ട്. എൻ്റർലോക്ക് ഇടാനുണ്ട്. പിന്നെ നമ്മൾക്ക് കാർ പോർച്ച് പുതിയൊരു വെക്കണം. പിന്നെ കുറേ പരിപാടി ഇനിയും ഉണ്ട്. പക്ഷെ വീട്ടിൽ ഞങ്ങൾക്ക് കുറേ സൗകര്യമുണ്ട്. നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ. നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഈ കാർ പോർച്ച് നമ്മൾ ലിവിങ് റൂമായി മാറ്റും. പിന്നെ പുതിയ കാർ പോർച്ച് നമ്മൾ തുടങ്ങും. പിന്നെ ഒന്നുമില്ല. നമ്മളെ വീടിൻ്റെ പുറത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ. ഇത് നമ്മളെ കോമ്പൗണ്ട് വാളാണ്. പിന്നെ നമ്മൾ ഇവരെ കാണിക്കാൻ കുറേ ഉണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതാ നമ്മളെ വീട്ടിലേക്ക് കയറി വരാണ്. ഇതാ അതെൻ്റെ സൈക്കിൾ കേടായി കിടക്കാണ്. കാർ പോർച്ചിൻ്റെ അവിടെ നമുക്ക് സൈക്കിൾ വേണ്ട. നമ്മൾ കാറിട്ട് തെന്നിമാരി നമുക്ക് നമ്മളെ വീഡിയോ തുടങ്ങാം. നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് പോകുകയാണ്. കണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവണമെന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഔട്ടിൽ നമ്മൾ കോർട്ടയാട് സെറ്റ് ചെയ്തിന്. പിന്നെ ഇവിടെ കുറേ ചെടികൾ നട്ടിന്. പേര് ഞാൻ മറന്നു പോയിട്ടോ, അതുകൊണ്ടാ പറയാത്തത്. പിന്നെ ഇതാണ് നമ്മളെ വീടിൻ്റെ സ്റ്റെപ്പ് കയറി പോവാൻ നമുക്ക് നമ്മളെ വീട് കാണാൻ. ഇതാണ് എൻ്റെ വീട്. എൻ്റെ മോൾ ഭാഗം ഇപ്പം കാണിക്കാം. ഇതാണ് ഫുള്ള് കാണിക്കാൻ എനിക്കവിടെ കഴിയട്ടില്ല. ഫുള്ള് കാണിക്കണമെങ്കിൽ ഞാൻ വേറെ കാണിക്കാം. ഇതാണ് എൻ്റെ വീട്ടിൽ നമ്മൾ കയറി വരുന്ന സ്ഥലം. ഇവിടെ ഒരു ഇരിക്കാൻ ഒരു ചെയർ വെച്ചാണ്. അത് നമ്മൾ ഇരിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ലൈറ്റ്സ് വെച്ചിന്. പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എത്തി. നമുക്കിനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ TV ഏരിയയാണ്. ഞങ്ങൾ TV എന്ന സ്ഥലമാണ്. അതാ ഞങ്ങൾ TV-യിൽ കാർട്ടൂൺ വെച്ചതാണ്. ഇപ്പം ഞങ്ങൾ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുന്നില്ല. പക്ഷെ കാർട്ടൂണൊക്കെ അതിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ കോർട്ട്യാർഡ് ഉണ്ട്. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരുന്നു. പിന്നെ അവിടെ കുറേ ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഫർണിച്ചേഴ്സ് ഉണ്ട്. പിന്നെ കുറേ ടോഫി വെച്ചെന്ന്. പിന്നെ ഒരു കൃഷ്ണനെ വെച്ചു. ഇതാണ് നമ്മൾ കാർട്ടൂൺ ഹണിപ്പന്. പിന്നെ നമ്മൾ ഈ സീലിംഗ് ഫാൻ വെച്ചൊന്ന്. പിന്നെ 2 പിയാനോ അവിടെ വെച്ചത്. ഇത് നമ്മളെ കോർട്ട്യാർഡ്. ഇത് നമുക്ക് സിറ്റിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ സജസ്റ്റ് ചെയ്തത്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചത്. ഇത് നമ്മൾ വേറൊരു വീട്ടിൽ പോയപ്പോൾ കണ്ടു. അപ്പം നമ്മൾ വെച്ചതാണ്. ഇതൊക്കെ തന്നെ. പിന്നെ അതാണ് നമ്മളെ വാഷ് ബേസ്. നിങ്ങൾ ലൈറ്റ് കണ്ടോ റൗണ്ട്? അത് നമ്മളെ വാഷ് ബേസാണ്. നിങ്ങൾ കണ്ടോ? ഓക്കെ.
പിന്നെ ഇത് കാർട്ടൂണാണ്. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാ കാർട്ടൂൺ. പിന്നെ ഇതാണ് ഞങ്ങളെ വാഷ് ബേസ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളെ വാഷ് ബേസ് ഒരു സൂപ്പർ വാഷ് ബേസാണ്. ഇത് നമ്മളെ റൂമാണ്. ഞങ്ങൾ ഇവിടെയാണ് കേൾക്കുക. ഇത് നമ്മളെ റൂം അതുകൊണ്ടാണ് വിച്ചിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ റൂമും ഇങ്ങനെ വിച്ചിടാറുണ്ട്. പിന്നെ ഇവിടെ ഇത് മൊത്തം സീലിംഗ് ആട്ടോ. ഇത് നമ്മളെ വീടിൻ്റെ ഉള്ളൊക്കെ സീലിംഗല്ല ചെയ്തത്. പിന്നെ അവിടെ ഒരു AC ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളെ റൂമിലത്തെ അലമാരി. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇവിടെയുള്ള ഈ റൂം വെച്ചാൽ ഞാൻ പേരറിഞ്ഞെന്ന് പറഞ്ഞ് വേറൊരു സാധനത്തിനാണ്. ഇത് വേറൊരു ബെഡ്റൂം. ഇവിടെ ഞങ്ങൾ കിടക്കാറൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും എന്നും കിടക്കൊന്നുമില്ല. എന്നും കിടക്കുക അപ്പുറത്തെ റൂമിലെ. ഇവിടെ പക്ഷെ യൂസ് ചെയ്യൂല എന്നൊന്നുമില്ല, ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ ഇതിട്ടാണ് ഷട്ടർ എന്നല്ലേന്ന് പറയാം. ഇതിട്ടാണ് അതുകൊണ്ട് നമുക്ക് പുറത്തെ കാഴ്ചയൊന്നും കാണാൻ പറ്റൂല. അത് വേറെ, അത് തുറക്കണം. നമ്മളിവിടെ കർട്ടനാണ് ഇട്ടത്. ഞാൻ അതിൻ്റെ പേര് മറന്നു പോയതാണ് ഇട്ടോ. പിന്നെ ഇവിടെ ഒരു അലമാരി, മറ്റേ അലമാരി തന്നെയാണ്. പക്ഷേ എൻ്റെ റൂമിൽ നിങ്ങളെ കണ്ടില്ലല്ലോ. എൻ്റെ റൂമിൽ നിങ്ങളെ കണ്ടില്ല. അത് ബാത്റൂമാണ്. ഇത് നമ്മളെ കിച്ചൺ. എൻ്റെ അല്ല, അമ്മേൻ്റെ കിച്ചൺ. പിന്നെ ഇവിടെ ഓരോ സാധനങ്ങളുണ്ട്. സോറി, ഇത് ഡൈനിങ് ടേബിളാ. എനിക്കൊന്ന് തെറ്റിപ്പോയതാ. പിന്നെ ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്, ഡിഷ് വാഷർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പിന്നെ ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സാധനം തൂക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, എൻ്റെ അമ്മ മേടിച്ച. ഇത് സൂപ്പർ സ്ഥലം. അതാണ് നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ചിമ്മിനിയാണ്. അതാണ് നമ്മളെ ചിമ്മിനി. ഇത് നമ്മളെ കിച്ചണാണ്. ഇവിടുത്തെ അതാണ് നമ്മൾ ഗ്യാസ് വേണ്ട, ഇതിന് ഒന്നും വേണ്ട. പിന്നെ ഇത് നമ്മളെ വേറൊരു സിങ്ക്. ഇത് നമ്മളെ നിങ്ങൾക്കറിയാലോ വാഷിംഗ് മെഷീൻ. ഒരു കർട്ടൻ ഉണ്ട്. ഇവിടെ കുറേ കർട്ടനാണ് കൂടുതലുള്ളത്. പിന്നെ ലൈറ്റും അതാണ് ഇവിടെ കൂടുതലുള്ളത്. ഇത് നമ്മളെ വർക്ക് ഏരിയ ആണ്. ഇത് നമുക്ക് തുറന്ന് കാണിച്ചു തരാം. അവിടെ ഒരു സാധാ ഗ്യാസും വെച്ചിന്, പിന്നെ ഒരു സാധാ സിങ്കും വെച്ചിന്. ഇത് സാധാ സാധനങ്ങളാണ് വെച്ചത്. പക്ഷെ ഇത് പുട്ടിലാണ് ആ സാധനമൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇതൊക്കെ മൊത്തം ഇതാണ് എൻ്റെ ടൈൽസാണ് ഇത്. പിന്നെ ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ വെക്കും. വാട്ടർ ബോട്ടില്, ജ്യൂസ് ജാറ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുക. പിന്നെ കാറിൻ്റെ ചാവി, ബൈക്കിൻ്റെ ചാവികളൊക്കെ അവിടെ പ്ലേസ് ചെയ്യാറുണ്ട് നമ്മൾ ചിലപ്പം. ഇത് നമ്മളെ ഡിഷ് വാഷർ. അതിൻ്റെ അവസ്ഥ സ്ട്രോങ് പറയുന്നത് നല്ലതല്ല. ഇത് നമ്മൾ സ്റ്റെപ്പ് കയറി പോയിട്ട് വേഗം എൻ്റെ റൂം ആദ്യം കാണിക്കുന്നു. വേണ്ട, ഏതാ റൂം കാണിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാൻ ഒരു റൂം കാണിച്ചു തരാം. ഇത് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ആണ്. ഇത് നമ്മൾ സ്റ്റെപ്പ് കയറിപ്പോയാൽ പഠിക്കാനൊക്കെ ഇരിക്കുന്ന ടേബിളാണിത്. നമ്മൾ ബുക്സൊക്കെ ആയിട്ടിരിക്കുന്നത് കാണാം. അപ്പം മനസ്സിലാവും നമ്മളില്ലേ വെറുതെ അടച്ചതാണ്. ഇതാണ് നമ്മൾ പഠിക്കുന്ന സ്ഥലം ഇവിടെ. പിന്നെ അവിടെ കുറേ ടേബിളുണ്ട്. ഇത് എൻ്റെ റൂമല്ലേ. ആദ്യം പോണ് എൻ്റെ ഏട്ടൻ്റെ റൂമിലേക്ക്. ഇത് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചപ്പോൾ ഉപയോഗിച്ച
റൂമാണ്. ഇവിടെ എൻ്റെ അച്ചച്ചൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടുത്തെ കിടക്കല്ലേ പണ്ട് കേടായിന്, അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റിയതാണ്. പുതിയ കിടക്ക വാങ്ങും ഇവിടേക്ക്. പിന്നെ എൻ്റെ ഏട്ടൻ്റെ രണ്ട് അലമാരിയുണ്ട്. അവൻ്റെ ഡ്രസ്സ് വെക്കാൻ, പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ വെക്കാൻ. അതിനാണ് അലമാരി. അടുത്ത് പോകുന്ന എൻ്റെ റൂമിലേക്കാണ്. എൻ്റെ കുറച്ച് കൂടി നല്ല റൂമാണ് എന്ന് ഞാൻ പറയാം. നമ്മൾ കയറുന്നു. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂം സീൻ റൂമല്ലേ. ഞാൻ ഈ ഫാൻ എൻ്റെ അല്ല കേട്ടോ, ഇത് അമ്മ കൊണ്ടുവച്ചതാ വെറുതെ. ഇത് നമ്മൾ പുതിയ വാങ്ങിയ കിടക്കയാണ്. ഇതും ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാ മൾട്ടി വെച്ച്. ഇതും എൻ്റെ അലമാരയും സൂപ്പർ അലമാരി ഇതൊക്കെ. പിന്നെ കട്ടിൽ പോയതാണ്. പിന്നെ ജനലായിട്ടൊക്കെ ഉണ്ട്. അതിപ്പോൾ എല്ലാ റൂമിലുണ്ട്. ഇതാണ് എൻ്റെ റൂം. സീലിംഗ് ആണ്, കണ്ടില്ലല്ലോ. ഞാൻ കാണിക്കാം അടുത്ത വീഡിയോയിൽ, അല്ലേ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കണമെന്ന് ചിന്തിക്കട്ടെ. എന്നാൽ വേണമെങ്കിൽ കാണിക്കാം. ഇതാണ് എൻ്റെ സീലിംഗ്. കണ്ടോ കണ്ടില്ലേ? ഇത് ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെ രാത്രിയായത് ലൈറ്റ് ഞങ്ങൾ ഇടാം. അറിയില്ല, പക്ഷെ ഇടാം ലൈറ്റ്. ഞങ്ങൾ ഇപ്പൊ ഒരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് അല്ല, ഞങ്ങൾ ഇത്ര വെളിച്ചൊക്കെയുള്ള ആ ലൈറ്റിന്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.